പുരാവൃത്ത കഥനത്തിൽ കണ്ഠാകർണൻ, ഖണ്ഡാകർണൻ എന്നൊക്കെ പുകൾ കൊണ്ട ശൈവാംശ ദേവതയെക്കുറിച്ചുള്ള ഉൽപ്പത്തിക്കഥയാണ്. ശൈവാംശ ദേവതയാണ് കണ്ഠാകർണൻ. കണ്ഠം അഥവാ കഴുത്ത്, കർണം അഥവാ ചെവി. ശിവൻ്റെ ശ്രീപരമേശ്വരൻ്റെ കണ്ഠത്തിൽ നിന്ന് ഉണ്ടായ അലർച്ചയുടെ ആഘാതത്തിൽ നിന്ന് കർണത്തിലൂടെ പുറത്തേക്ക് ചാടിയ ഉദ്ഭവിച്ച ദേവതാ സങ്കല്പമാണ് കണ്ഠാകർണൻ. അതല്ല ഖണ്ഡ അഥവാ മണിയുടെ രൂപത്തിലുള്ള കുടമണി പോലുള്ള ചെവിയുള്ള ദേവത എന്ന അർത്ഥത്തിലും കണ്ഠാകർണൻ വിശേഷിപ്പിക്കപ്പെടുന്നു. പരമശിവൻ്റെ കണ്ഠത്തിൻ്റെയും കർണത്തിൻ്റെയും ഇടയിലുള്ള ഭാഗത്തു നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ദൈവമാണ് കണ്ഠാകർണൻ എന്നും പറയപ്പെടുന്നു. ഈ ദേവതയ്ക്ക് ഉത്തര കേരളത്തിൽ തിറയും തെയ്യവുമുണ്ട്. ചുരുക്കത്തിൽ ശിവപുത്രനാണ് ഈ ദേവത. ഭദ്രകാളിക്ക് ശേഷമുണ്ടായ മകൻ എന്ന സങ്കല്പത്തിൽ ശ്രീകുറുമ്പ ഭഗവതിയുടെ സഹോദര സ്ഥാനീയനുമാണ് കണ്ഠാകർണൻ. ദാരികവധത്തിനായി ശ്രീ മഹാദേവൻ കാളിയെ സൃഷ്ടിച്ചു, യുദ്ധത്തിന് പറഞ്ഞയച്ചു. ദാരികനെ കാളി വധിച്ച അതേ സന്ദർഭത്തിൽ ദാരികൻ്റെ പത്നിയായ മാനോദരി ശ്രീകൈലാസത്തിലെത്തി പരമശിവനെ കണ്ട് സങ്കടമുണർത്തിച്ചു. പരമശിവൻ തൻ്റെ വിയർപ്പ് തുള്ളിയെടുത്ത് മാനോദരിക്ക് നൽകി. തനിക്ക് അനുഗ്രഹമായി തന്ന വസൂരിയെ, ഈ വിയർപ്പ് തുള്ളിയെ മാനോദരി കാളിക്കുമേൽ പ്രയോഗിച്ചു. ഭദ്രകാളിക്ക് വസൂരി പിടിപെട്ടു. ക്ഷുഭിതയായ ഭദ്രകാളി മാനോദരിയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് വസൂരിമാല എന്ന ദേവതാ സങ്കല്പമായി ഉയർത്തി. വസൂരിമാല മണം പിടിച്ചാണ് അഥവാ ഗന്ധത്തെ അറിഞ്ഞാണ് വരിക എന്നാണ് വിശ്വാസം. തൻ്റെ മകൾക്കുണ്ടായ വസൂരിയെ ശമിപ്പിക്കാൻ ശ്രീ പരമശിവൻ തൻ്റെ കർണത്തിനും കണ്ഠത്തിനും ഇടയിലുള്ള സ്ഥലത്തിൽ നിന്ന് ഒരു ദൈവക്കരുവിനെ സൃഷ്ടിച്ചു. അവൻ കണ്ഠാകർണൻ എന്നറിയപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. നാവുകൊണ്ട് കണ്ഠാകർണൻ കാളിയുടെ ദേഹത്തുള്ള വസൂരി നക്കി തുടച്ചു മാറ്റുന്നു. സഹോദരി ആയതുകൊണ്ട് മുഖം സ്പർശിക്കാൻ പറ്റാത്തതിനാൽ മുഖത്തെ വസൂരി നിലനിൽക്കുന്നു. അങ്ങനെ വസൂരിയെ ഇല്ലാതാക്കാൻ പരമശിവനിൽ നിന്ന് പൊടിച്ചുണ്ടായ കാളിയുടെ സഹോദരനാണ് കണ്ഠാകർണൻ. എന്നാൽ ഈ പുരാവൃത്തത്തിന്മേൽ മറ്റൊരു പാഠഭേദം കൂടിയുണ്ട്. ശ്രീ മഹാദേവൻ മാനോദരിക്ക് വിയർപ്പ് തുള്ളി നൽകി. അത് വസൂരിയാണ്. മാനോദരി അത് ആദ്യം തന്നെ ശ്രീ മഹാദേവനിൽ പ്രയോഗിച്ചു. വസൂരി പിടിപെട്ട പരമശിവൻ്റെ കണ്ണിൽ നിന്നും ഒരു അസാധാരണ രൂപം പ്രത്യക്ഷപ്പെടുകയും വസൂരിമാല എന്ന നാമധാരണം ചെയ്ത ആ ദേവത പരമശിവൻ്റെ വസൂരി രോഗത്തെ നക്കി തുടച്ചു നീക്കുകയും ചെയ്തത്രേ. എന്നാൽ പരമശിവൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ പോലും വസൂരി ഉണ്ടായിരുന്നു. ബ്രഹ്മാവിനും വിഷ്ണുവിനും നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കണ്ണിനുള്ളിലുണ്ടായ വസൂരിയെ മാറ്റാൻ വസൂരിമാലയ്ക്കും സാധിച്ചില്ല. പരമശിവന് ദേഷ്യവും വേദനയുമൊക്കെ ശക്തമായി ഉണ്ടായി. ദേഷ്യം കൊണ്ടും വേദന കൊണ്ടും പരമശിവനിൽ നിന്ന് അട്ടഹാസമുണ്ടായി. പരമശിവൻ്റെ അലർച്ചയുടെ അട്ടഹാസത്തിൻ്റെ ശക്തിയിൽ നിന്ന് കഴുത്തിൻ്റെയും ചെവിയുടെയും മധ്യം പിളർന്നുകൊണ്ട് അസാധാരണവും ഭീകരവുമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. കണ്ഠത്തിൽ നിന്നും കർണത്തിൽ നിന്നും ഉത്ഭവിച്ച ഈ ദേവത കണ്ഠാകർണൻ എന്നറിയപ്പെട്ടു. തൻ്റെ അസാധാരണമായ നീളമുള്ള നാവുകൊണ്ട് കണ്ഠാകർണൻ ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിലുള്ള വസൂരിയെ നക്കി തുടച്ചു നീക്കി. സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ കണ്ഠാകർണന് മഞ്ഞളും കുരുമുളകും പ്രസാദമായി നൽകി. വായിൽ അഗ്നിയും തലയിൽ നെരിപ്പോടും കയ്യിൽ പന്തവും കുടമണിയും ആയുധവും ചൂരൽക്കോലും അരയ്ക്കു ചുറ്റും 16 പന്തങ്ങളും നൽകി പരമേശ്വരൻ അനുഗ്രഹിച്ചു. ശ്രീ കുറുമ്പയോടൊപ്പം സഹോദരസ്ഥാനീയനായ കണ്ഠാകർണനെ ഭൂലോകത്തിലേക്ക് ജനങ്ങളെ രക്ഷിക്കാൻ, ഭക്തരെ രക്ഷിക്കാൻ, വസൂരിയെ ഇല്ലാതാക്കാൻ പറഞ്ഞയക്കുകയും ചെയ്തു. ഇതാണ് കണ്ഠാകർണൻ എന്ന ദേവതാസങ്കല്പത്തിൻ്റെ ഉൽപ്പത്തി പുരാവൃത്തം. നമസ്കാരം.